നിങ്ങൾ കേരളത്തിൻ്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാണ് കിട്ടിയത്. ഇപ്പം ആമമുട്ട കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാണ് തൃശ്ശൂരിന് കിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്. രണ്ട് പ്രമുഖ വ്യക്തികളെ, സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ഇ ശ്രീധരനെയും അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ തുടങ്ങാം. നോക്കൂ, ഇ ശ്രീധരൻ അദ്ദേഹം ഈ ബജറ്റിന്റെ 2 ആഴ്ച മുമ്പല്ലേ വീണ്ടും റാപ്പിഡ് റെയിൽ കോറിഡോർ എന്ന സങ്കല്പം അത് എത്രമാത്രം ഫീസിബിൾ ആണ്, കേരളത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയത്. അദ്ദേഹം പ്രായമായ ഒരു മനുഷ്യനല്ലേ. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിക്കും, ഇതായിരുന്നു പ്രതീക്ഷ. അവസാനം എന്തായി? നമുക്ക് ആമയുടെ വേഗവും തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും ഒക്കെ ബുള്ളറ്റിന്റെ വേഗവും. എയിംസ് വരും എന്ന് എത്രയിടത്ത് സുരേഷ് ഗോപി പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ടോണും ആ ഭാഷയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ആക്ഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത്ര ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എയിംസ് വരും കേട്ടോ എന്ന് സുരേഷ് ഗോപി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത്. എന്നിട്ട് ഇത് രണ്ടും ഇല്ല. ഇനിയിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാർ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പക്ഷേ താങ്കൾ ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്തു. അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ചർച്ചയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് ഉണ്ടാവും എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകാനല്ല താങ്കൾ എന്നോട് പറഞ്ഞത്. ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കാനാണ്. അയാളവിടെ പോയി അയാൾ പ്രസംഗിച്ച് അയാൾ പോവുക. മറുപടി ഒന്നും അയാൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. അല്ലല്ല പക്ഷേ കുഴപ്പമില്ല. കാരണം ജോൺ ബ്രിട്ടാസിൻ്റെ സ്വഭാവവും ജോൺ ബ്രിട്ടാസിൻ്റെ മനസ്സുമുള്ള താങ്കളിരിക്കുന്നത് താങ്കളോട് പറയേണ്ടി വരും. ജോൺ ബ്രിട്ടാസ് അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ശരിയല്ലല്ലോ. എനിക്കൊരു അവസരം തരേണ്ടത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അതൊക്കെ പറഞ്ഞോട്ടെ. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം പറയാൻ സമയം തരാതിരുന്ന് ജോൺ ബ്രിട്ടാസ് വന്നപ്പം 2 പ്രാവശ്യം നിങ്ങൾ ജോൺ ബ്രിട്ടാസിന് മാത്രം കൊടുത്തു. അദ്ദേഹം പറഞ്ഞതിനൊന്നും മറുപടി പറയാനുള്ള അവസരം എനിക്ക് തന്നില്ല. ചർച്ചയിൽ മര്യാദയല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ല ആയിക്കോട്ടെ, അയാളോട് പറയേണ്ട കാര്യം എനിക്ക് അയാളോട് ശരി അല്ലല്ല, അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യം അദ്ദേഹത്തിനോട് പറയണം. അതിന് പറയാൻ അവസരം തരാതിരുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ, ഇനി നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഇടയിൽ കയറി സംസാരിക്കല്ലേ. നിങ്ങൾ കുറേ നേരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യമാണ്. അതിലൊന്ന്, എയിംസ് വന്നില്ല. സുരേഷ് ഗോപി കോമാളിയായിട്ട് സുരേഷ് ഗോപിയെ ചിത്രീകരിച്ചു. ഗോപാലകൃഷ്ണനെ അലമ്പുണ്ടാക്കാൻ വന്നു. ഇത് 2ആണ് അയാൾ പറഞ്ഞിട്ട് പോയത്. കോമാളിയായിട്ട് ആളുകളെ കാണുന്നവർക്കെല്ലാം കോമാളിയായിട്ടേ തോന്നുള്ളൂ. സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അഭിലാഷ് മോഹൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കേരളത്തിൽ എയിംസ് വരും, അടുത്ത വർഷം എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ നഡ്ഡാജി അദ്ദേഹം കേരളത്തിൽ വന്നു. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററായിരുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു എയിംസ് കേരളത്തിൽ വരും. അപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്നാണ് വരിക? അത് ഞാനിപ്പം നിങ്ങളോട് പറയുന്നില്ല. എവിടെയാണ് വരിക അതും പറയുന്നില്ല. എയിംസ് വന്നിരിക്കും. ഞങ്ങളുടെ ഈ കാലയളവിൽ എയിംസ് വരും. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ് നാളെ രാജിവെച്ചൊഴിഞ്ഞ് പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടി അടപ്പത്തിരിക്കുകയുള്ളൂ. അവരൊന്നും ഇറങ്ങി വരില്ല. 5 വർഷമുണ്ട് എന്നൊരു വാക്ക് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങളിതുവരെ പറഞ്ഞില്ല. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് എയിംസ് വന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിഭവമെങ്കിൽ, ഈ 2 കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു. എയിംസിൻ്റെ കാര്യം ഈ ചർച്ചയിൽ, ഈ ബജറ്റിൽ ഒരു സംസ്ഥാനത്തിനും എയിംസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെയും പേരെടുത്ത് ഒരു തരത്തിലുള്ള സാധനത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തോടും സംസ്ഥാനത്തിൻ്റെ പേരിൽ ഇന്നത് വരും എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എയിംസുമായി ബന്ധപ്പെട്ടത്. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 75 വിമാനത്താവളമാണ് ഇന്ത്യയിൽ. ഇന്ന് 150 വിമാനത്താവളമാണ്. ആ 75 വിമാനത്താവളവും ബജറ്റിൽ പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ബജറ്റ് ഉണ്ടായിരുന്നല്ലോ,
ആ കഴിഞ്ഞ ബജറ്റിന് ശേഷം കേരളത്തിൽ എത്ര പുതിയ വന്ദേ ഭാരതും അതുപോലെ ഇപ്പോൾ സാധാരണക്കാരന് വന്ദേ ഭാരതിൽ പണക്കാർ കൂടുതൽ പൈസയാണെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ഇതാ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പം വന്ദേ ഭാരത് അതിൻ്റെ ന്യൂ ജനറേഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തില്ലേ? എന്താ ഇതൊക്കെ ബജറ്റ് പറഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പുതിയ 3 വന്ദേ ഭാരത് വരാൻ പോകുന്നു എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയും ഇടയിൽ പറയില്ലേ. അമൃത് ഭാരത് വന്നത് വന്ദേ അല്ല ഞാൻ നാച്ചുറലായിട്ടല്ലേ പറയുന്നത്. കഴിഞ്ഞ വന്ദേ ഭാരത് കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, അത് 2 ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, ആ 2 ബജറ്റ് പറഞ്ഞിട്ടാ ബജറ്റിൽ വന്നിട്ടാ. ഈ മാത്രമല്ല 3 പുതിയ വന്ദേ ഭാരത് വരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, അത് ബജറ്റ് പറഞ്ഞിട്ടാ. 75 വിമാനത്താവളം 150 വിമാനത്താവളം ആക്കിയത് ബജറ്റ് പറഞ്ഞിട്ടാ. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? ബജറ്റ് പറഞ്ഞാൽ മാത്രമേ ഈ കാലയളവിൽ മാറ്റണം. അതായത് ഇന്ന് ഈ ഞാൻ പറയാനിരുന്നതാണ്, അദ്ദേഹം പോയതുകൊണ്ടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബ്രിട്ടാസ് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും കേരളത്തിനൊന്നും കൊടുത്തില്ല. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ കയ്യടി മേടിക്കാനുള്ള ഈ സോപ്പ് പരിപാടി ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ പരിപാടി എന്താ? ഇടതുപക്ഷം ചുണ്ണാമ്പ് കലക്കി കിറ്റിലിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒഴിച്ച് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും ഇട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന കിറ്റ് എക്കണോമിക്സ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിലെ ബജറ്റിൽ അഭിലാഷ് മോഹനും ഗോപാലകൃഷ്ണനും ഇതേ ചർച്ച ചെയ്തതാ. ആ ബജറ്റിൽ ഏതെങ്കിലും സോപ്പ് ഉണ്ടായിരുന്നോ? അന്ന് ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തപ്പം ഇതേ ബ്രിട്ടാസ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റേ ഈ ബീഹാറിൽ ഒരു പ്രത്യേക പാക്കേജ് കൊടുക്കരുത്, കാരണം ഇത് ഇന്ത്യൻ ബജറ്റാണ്, അതൊരു പ്രത്യേക സംസ്ഥാനത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രിട്ടാസ്. എനിക്കത് അയാളോട് ചോദിക്കണമായിരുന്നു. എൻ്റെ മൊബൈലിൽ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു, എനിക്ക് അല്ല ഒരു മിനിറ്റ് ഞാനത് തീർത്തോട്ടെ. ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് എനിക്ക് ചിരി വരിക. എൻ്റെ പൊന്നു ചങ്ങാതി, ഇത് ഇന്ത്യയുടെ ബജറ്റാ, ഇന്ത്യയുടെ ബജറ്റിൽ നിങ്ങൾ എല്ലാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കേരളത്തിൻ്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാണ് കിട്ടിയത്. ഇപ്പം ആമമുട്ട കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാണ് തൃശ്ശൂരിന് കിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അല്ല, ഞാൻ ഒരു വരി പറഞ്ഞാൽ തീർക്കാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് മിസ്റ്റർ അഭിലാഷ് അത് കൊടുക്കുന്നത്. ഞാൻ ഇനി ഒറ്റ വാക്കുകൾ പറഞ്ഞിട്ട് പോവാം. ഒരു മിനിറ്റ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണത് പോകുന്നത്. MSME 10,000 കോടി അത് കേരളത്തിന് കിട്ടും. ഇനി 12.2 ലക്ഷം കോടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ. എന്ത് കിട്ടി കേരളത്തിന് എന്നാണല്ലോ ബ്രിട്ടാസ് ചോദിച്ചത്. ഈ കേരളത്തിൽ തെക്കും വടക്കും നടക്കുന്ന ഹൈവേ പ്രവർത്തനം, ഈ കോൺഗ്രസ്സുകാരുടെ 4 മന്ത്രിയുണ്ടപ്പോൾ കിട്ടാതിരുന്ന ഹൈവേ അത് ഞങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അത് കേരളത്തിന് 12.2 ലക്ഷം കോടി കിട്ടില്ലേ? ഇനി ഇന്നലെ കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞാൽ ഒരു മറുപടി പറഞ്ഞാൽ നിർത്താം. അദ്ദേഹം പറഞ്ഞ എന്താ? കേരളം ഈ അല്ലല്ല ഒരു മിനിറ്റ് നമ്മൾ ചർച്ചക്കല്ലേ ഇരിക്കണം. എല്ലാവരും ചോദിച്ചതിന് മറുപടി പറയേണ്ട ആളല്ലേ ഞാൻ. ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ചോദിച്ചത്? ഈ കേരളത്തിന് കഴിഞ്ഞു കേരളത്തിന് എന്ത് കിട്ടി? ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 1.93 24,500 കോടി, ഇപ്പോൾ 36,355 കോടി. വേണ്ട, കഴിഞ്ഞ ചർച്ചയിൽ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കേരളം എന്നൊന്ന് ഇന്ത്യയുടെ മാപ്പിലുണ്ട്. ഞങ്ങൾ തിരിച്ചു പറയുകയാണ്, കേരളം എന്നൊന്ന് ഇന്ത്യയിലെ മാപ്പിൽ ഉണ്ടായതുകൊണ്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷനിൽ ശ്രീ ആദികേശവൻ, അദ്ദേഹം ബഹുമാനപ്പെട്ട ആദികേശവൻ ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷനിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനകാര്യ ഈ കേരളത്തിനാണ്. കേരളത്തിനാണ്. പിന്നെ എന്തുകൊണ്ടാ കേരളം ഒന്നും തരുന്നില്ല? ഇതിപ്പോ നമ്മുടെ നെടുമുടി വേണു പറഞ്ഞ മാതിരിയാ, എനിക്കൊന്നും കിട്ടുന്നില്ലേ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. 12,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട്
കഴിഞ്ഞു 12,200 കോടിയുടെ ശരി. മറ്റേ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ഈ കേരളം 2,700 കോടിയുടെ പദ്ധതിയെ നടപ്പാക്കിയുള്ളൂ. ശരി. ബാക്കി 10,000 കോടി ലാപ്സാക്കി കളഞ്ഞു. ലാപ്സാക്കിയിട്ട് പട്ടികജാതിയുടേത്. ശരി, അതെന്താണെന്ന് നോക്കാം, പരിശോധിക്കാം. ഓക്കെ ശരി നിങ്ങൾ പരിശോധിക്കുക. ശരി, പരിശോധിക്കാം. ഇവിടെ വന്നിരുന്ന ഗീർവാണം അടിച്ചിട്ട് മറുപടി കേൾക്കാതെ പോകുന്നുണ്ടല്ലോ, അതാണ് മര്യാദകേട്. ശരി, ഓക്കെ, അത് പരിശോധിക്കാം. എന്തായാലും ഇപ്പോ ഞങ്ങൾ കിറ്റ് കൊടുത്തിട്ട് അധികാരം പിടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം. കിറ്റൊന്നും അല്ല കൊടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് 10 ഹസാരി സ്കീം, 10,000 രൂപ മഹിളകൾക്ക്, ഏതാണ്ട് ഒരുപാട് ആളുകൾക്ക്, 1 കോടിയിലധികം ആളുകൾക്ക് 10 ഹസാരി 10,000 രൂപ കിട്ടി. അതിന് മുമ്പ് മഹാരാഷ്ട്രയിൽ ലഡ്കി ബഹിന സ്കീം, മധ്യപ്രദേശിൽ ലഡ്കി ബഹിൻ സ്കീം. ഇപ്പൊ ഇത് കേരളത്തിൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണോ? കേരളത്തിൽ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത കാര്യം പറഞ്ഞത്. ബജറ്റാണ് അതല്ലെന്ന് ഞാൻ ബജറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. കേരളത്തില് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയാ. അല്ല, കേരളത്തിൽ എന്തോ ചുണ്ണാമ്പിട്ട് കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ എന്തോ ചുണ്ണാമ്പിട്ട് കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വേറെ കാര്യമാണ്. മുമ്പ് നടന്ന ചുണ്ണാമ്പ് ഇട്ട് കിറ്റ് കൊടുത്തു കേരളത്തിൽ. അതുപോലെ ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ? അതുപോലെ കിറ്റൊന്നും അല്ല അവിടെ. 10,000 രൂപ, 15,000 രൂപ, 1,500 രൂപ, വലിയ തുകയാ. കിറ്റ് കൊടുത്തപ്പോ നിങ്ങൾക്ക് പൊള്ളിയോ? അതെ, നിങ്ങൾ 4 വർഷം ക്ഷേമ പെൻഷൻ കൊടുക്കാതെ 4 വർഷം, അതെ 4 വർഷം, അതെ 4 വർഷം ക്ഷേമ പെൻഷൻ കൊടുക്കാതെ 5-ാമത്തെ വർഷം വന്ന് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് വോട്ട് ചോദിക്കുന്ന പരിപാടി നമുക്ക് ഇല്ലാന്നേ. അതില്ലാന്നേ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മഹിളകൾക്ക് 10,000 രൂപ മഹിളാ റോസ്ഗാർ യോജന, മഹിളാ റോസ്ഗാർ യോജന പ്രഖ്യാപിച്ചത്, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാനത്ത് പലതും നടക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഓക്കെ. നിങ്ങൾ ആ രീതിയിൽ മനസ്സിലായി. ശരി, അത് മനസ്സിലാവും. അപ്പൊ ബ്രിട്ടാസിന് ഭാരമാണല്ലോ നിങ്ങൾ, നിങ്ങൾക്ക് വിഷമുണ്ടാവും. അല്ലാതെ സത്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല.